മലപ്പുറത്തേക്കാണ് തൊടിയപുലത്ത് 14-കാരിയെ കഴുത്ത് ഞെരിച്ചു കൊന്ന 16 വയസ്സുകാരൻ. ബലാത്സംഗം നടന്നതായും പ്രതി പോലീസിനോട് പറഞ്ഞു. ഇന്നലെ സ്കൂളിലേക്ക് പോയ കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല. 6:30ക്കും 9 മണിക്കും ഇടയിലാണ്. ഏതാണ്ട് 6:30യോടെ ഈ കുട്ടി വീട്ടിലേക്ക് വിളിച്ച് ഞാൻ വീടിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്, കുറച്ച് സമയത്തുള്ളിൽ വീട്ടിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു. ഈ കുട്ടിയും ഇയാളും തമ്മിൽ നേരത്തെ തന്നെ അടുപ്പത്തിലാണ്. ഇവർ 9ാം ക്ലാസ്സിലാണ് ഈ പെൺകുട്ടി പഠിക്കുന്നത്. ഇയാൾ +1 വിദ്യാർത്ഥിയാണ്. പക്ഷേ പലപ്പോഴും ഇയാൾ സ്കൂളിൽ പോകാറില്ല. ഈ പെൺകുട്ടിയുമായി അടുപ്പമുള്ള പ്രതി അതുകൊണ്ട് തന്നെ സ്കൂളിൽ കൃത്യമായി വരാൻ മറ്റു ജോലിക്കൊക്കെ പോകുന്ന ഒരാളാണ്. പക്ഷേ ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇയാൾ പോവുകയും ചെയ്തിരുന്നു. അത് വീട്ടുകാർ ഇവർ തമ്മിലുള്ള ബന്ധമറിഞ്ഞ് അത് വിലക്കുകയും ഇയാളെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇയാൾ ഒരു വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നുണ്ട്. ഏതായാലും ക്രൂരമായൊരു കൊലപാതകമാണ്, ആസൂത്രിതമായൊരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇത് വാണിയമ്പലത്തിനും അതുപോലെ തന്നെ തൊടിയപ്പുലത്തിനും ഇടയിലുള്ള റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള റെയിൽവേയുടെ സ്ഥലമാണ്. കുറ്റിക്കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഈ കാട്ടിനുള്ളിലേക്കാണ്, ഈ കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്കാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളത്. പെൺകുട്ടിന്റെ വീട്ടുകാർക്ക് മനസ്സിന് സമാധാനം കൊടുക്കട്ടെ, അല്ലാണ്ട് ഒന്നും പറയാനില്ല. ആ 16 വയസ്സാവൻ്റെ ആ കുരുട്ടുബുദ്ധി പോയി നോക്കി ആളെന്നെ പറമ്പിലേക്ക് പ്രേമത്തിന്റെ കാര്യം പറഞ്ഞു കണ്ട് ആ കുട്ടീനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്ത് കൊല്ലാന്നുള്ള ആ ബുദ്ധി, കുരുട്ടുബുദ്ധി പോയത്. എന്നോട്ടേക്കാണ് നമ്മളെ കാലം പോകുന്നത്, നമ്മളെ ലോകം പോകുന്നത്. എന്തായാലും ഇനി പോലീസുകാർ വേണപ്പോൾ ചോദിച്ചോളൂ, ഒറ്റക്കാണോ ചെയ്തത് അല്ല ഇതിനാരോ കൂട്ട് നിന്നിക്കണോ നോക്കാം. എന്താണ് അവസ്ഥ, ഒന്നും പറയാനില്ല.